ആദ്യ കളിയിൽ തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 47 റൺസിനാണ് ഇന്ത്യ അഫ്ഗാനിൽ നിന്ന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നെങ്കിലും സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുമെന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ സഞ്ജുവിന് സൈഡ് ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഇന്നത്തെ മാച്ചിൽ ശിവൻ ദൂബെ മോശം കളിയാണ് കാഴ്ചവെച്ചത്. ആകെ കൂടി 10 റൺസ് മാത്രമാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ മാച്ചിലും ശിവൻ ദൂബെ ഇങ്ങനെയാണ് കളിക്കുന്നത്. എന്തുകൊണ്ട് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുന്നില്ലെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ന് അഫ്ഗാനുമായിട്ടുള്ള മാച്ച് കഴിഞ്ഞ് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂപ്പർ 8-ലെ ആദ്യ മാച്ച് തന്നെ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി സെമിയിലേക്ക് എത്തണം. ഇനി ഞങ്ങൾക്ക് 2 മാച്ചും കൂടി ബാക്കിയുണ്ട്. ഇന്നത്തെ മത്സരം ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. അഫ്ഗാൻ ഞങ്ങൾക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചത് സൂര്യയാണ്. അവനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും അധികം റൺസ് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് നന്ദി പറയേണ്ടത് സൂര്യയ്ക്കാണ്. എനിക്കിന്ന് ഓപ്പണിങ്ങിൽ തിളങ്ങാൻ സാധിച്ചില്ല. ഞാൻ ഫ്ലോപ്പായിരുന്നു. ശിവൻ ദൂബെ മോശം കളിയാണിന്ന് കാഴ്ചവെച്ചത്. അവന് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനെ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല. അടുത്ത മാച്ചിൽ അവസരം കിട്ടാത്തവർക്ക് അവസരം കൊടുക്കും. ദൂബെയെ മാറ്റി സഞ്ജുവിനെ ഇറക്കാനുള്ള പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സഞ്ജു മികച്ചൊരു കളിക്കാരനാണ്. സഞ്ജുവിന് എപ്പോൾ അവസരം കിട്ടുമെന്നത് പറയാൻ സാധിക്കില്ല. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ശിവൻ ദൂബെയെ കൊണ്ട് ഇന്ത്യൻ ടീമിന് യാതൊരു ഗുണവുമില്ല. ദൂബെ ബൗളിങ്ങുമില്ല, ബാറ്റിങ്ങുമില്ല. ഫീൽഡിങ്ങിലാണെങ്കിൽ അമ്പപിഴയാണ്. ഇതിനേക്കാൾ നല്ലത് സഞ്ജു ആണെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിക്കില്ലെന്ന വാശിയിലാണ് രോഹിത് ശർമ്മ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.